ഹലോ കൂട്ടുകാരെ, ബ്രെയിൻ ഫോഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ മൈൻഡ് എൻറ്റയർലി ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥയ്ക്കാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഫോഗ് എന്നാൽ അലസതയോ ബുദ്ധിയില്ലായ്മയോ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ബ്രെയിൻ സമ്മർദ്ദത്തിലാണ് എന്നതിന് ശരീരം നൽകുന്ന ഒരു സൂചനയാണ് ഈ ബ്രെയിൻ ഫോഗ്. ബ്രെയിൻ ഫോഗ് ഉള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. കൂടാതെ ദിവസം മുഴുവനും ക്ഷീണം അനുഭവപ്പെടും. ആധുനിക വൈദ്യശാസ്ത്രം ബ്രെയിൻ ഫോഗിന് കാരണമായിട്ട് പറയുന്നത് ഉറക്കക്കുറവ്, ഡെയിലിയുള്ള സ്ട്രെസ്, കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈം, ഡീഹൈഡ്രേഷൻ, ഡയറ്റിംഗ് കാരണമുള്ള പോഷകാഹാരക്കുറവ്, ഹോർമോണൽ ഇംബാലൻസ് എന്നിവയാണ്. ആയുർവേദത്തിൽ ബ്രെയിൻ ഫോഗിന് നമ്മൾ വാദത്തിന്റെയും കഫത്തിന്റെയും ഇംബാലൻസ് ആയിട്ടാണ് പറയുന്നത്. വാദം കൂടുമ്പോൾ നമ്മുടെ തോട്ട്സ് സ്കാറ്റേർഡ് ആകുന്നു, നമുക്ക് ഓവർ തിങ്കിങ് വരുന്നു. കഫം കൂടുമ്പോഴാകുമ്പോൾ നമുക്ക് മെന്റലി ഒരു ഹെവിനെസ്സും ഫെറ്റീഗും ഫീൽ ചെയ്യും. കൂടാതെ നമ്മുടെ ദഹനശക്തി കുറയുന്നതും ബ്രെയിൻ ഫോഗ് വർദ്ധിപ്പിക്കും. ഈ ബ്രെയിൻ ഫോഗ് നമുക്ക് എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൂടുതൽ അറിയാൻ രണ്ടാമത്തെ സ്ലൈഡ് കാണുക.